ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണ് ഞാൻ എന്തിനാ നാട്ടിലെത്തിയെന്ന്. എൻ്റെ എൻഗേജ്മെൻറ്റും വെഡ്ഡിങ്ങും ഒക്കെയാണ്. ഞാൻ ചെറിയൊരു ഷോർട്സ് ഇട്ടായിരുന്നു. ഇതിപ്പം എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ മേക്കപ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഓർത്തു. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല, ചെറിയ വീഡിയോ ആണ്. കാരണം എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനെൻ്റെ മേക്കപ്പ് ചെയ്തത് അൽഫോൺസ ബ്യൂട്ടി ക്ലിനിക് വലിയകുളം ചങ്ങനാശ്ശേരി പോകുന്ന വഴിക്കുള്ള അവിടെയാണ് ഞാൻ എൻ്റെ മേക്കപ്പ് വെഡ്ഡിങ്ങിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെയും ചെയ്തത്. സോ ഒരു പെട്ടെന്നെടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ആദ്യം തന്നെ മുടി നന്നായിട്ട് ഹീറ്റ് ചെയ്തു, ക്രിംപ് ചെയ്തു. പിന്നെന്താ, ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ പറഞ്ഞു എനിക്ക് അഴിച്ചിട്ടുണ്ട്, ഒരു പോണി പോലെ ആക്കി സെറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഈ ലെഹങ്കയുടെ കൂടെ അതായിരിക്കും മാച്ച് എന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഫേസ് കുറച്ച് ചെറുതാണല്ലോ, അപ്പം ഞാൻ ഓർത്തു പിന്നെയും ചെറുതായി തോന്നുമായിരിക്കും ചിലപ്പോൾ മുടി അഴിച്ചിടുമ്പോൾ. പിന്നെ ഈ ചൂടൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് പോണി പോലെ ചെയ്യുന്നതായിരിക്കും എന്ന് ഓർത്ത് ഞാൻ അതായിരുന്നു പ്രിഫർ ചെയ്തത്. അപ്പോൾ അവരും പറഞ്ഞു അതായിരിക്കും ബെറ്റർ. ഞാൻ ട്രയൽ നോക്കിയായിരുന്നു, അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പോണി പോലെ വന്നു. അവർ ജസ്റ്റ് ഒന്ന് എന്നെ ചെയ്ത് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ഐ മേക്കപ്പൊക്കെ ഏകദേശം ഫിനിഷ് ചെയ്തു. ഞാൻ ലാഷസും വെച്ചു, ലെൻസും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയായി. പിന്നെ നമ്മുടെ പള്ളി അടുത്തായ കാരണം ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിപ്പ് ഞാൻ പ്രിഫർ ചെയ്തത് നല്ല ഡാർക്ക് ലിപ്പായിരുന്നു, ഒരു മെറൂൺ റെഡ് ഷെയ്ഡ്, നല്ല ഡാർക്ക് ലിപ്പ്. കാരണം എൻ്റെ ലെഹങ്ക വരുന്നത് നല്ല ഗോൾഡൻ കളറാണ്. സോ ഇങ്ങനെ എടുത്ത് നിൽക്കണമെങ്കിൽ ഡാർക്ക് ലിപ്പ് തന്നെ വേണം, അല്ലെങ്കിൽ ഒന്ന് വാഷ് ഔട്ടായ പോലെ തോന്നുന്നൊരു ഫീൽ വന്നു. കാരണം ഡാർക്ക് ലിപ്പ് തന്നെ ഞാൻ പ്രിഫർ ചെയ്തത്. പിന്നെ മേക്കപ്പിൻ്റെ ഇതിപ്പം എൻഗേജ്മെൻറ്റൊക്കെ വെഡ്ഡിങ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. എൻ്റെ ലെഹങ്ക എടുത്തത് മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസ് തൊടുപുഴയിലെ അവിടെ നിന്നാണ് ലെഹങ്ക എടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ലെഹങ്കയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കളറേ അല്ല, ഞാനൊരു നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഡാർക്ക് കളറ് എൻഗേജ്മെൻറ്റിനും പിന്നെ നമുക്ക് വെഡ്ഡിങ് ഗൗൺ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ച് വെച്ചത്. പക്ഷേ അവിടെ ചെന്ന് ട്രയൽ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ എൻഗേജ്മെൻറ്റ് ഗോൾഡൻ ലുക്കായി. ഹെയർ ഏറെക്കുറെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെയ്തു തന്നു. ഹെയർ എനിക്കിഷ്ടപ്പെട്ടു ചെയ്തു വന്നപ്പം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ കേൾ ചെയ്തത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ലൂസാവും. നമ്മൾ എത്ര സെറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ കുറച്ച് ലൂസാവും എന്ന് അവർ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, ഫങ്ഷൻ തീരുന്നോടം വരെയൊക്കെ മര്യാദയ്ക്ക് നിന്നു. പിന്നെ എൻ്റെ ലെഹങ്ക നല്ല ഹെവി ആയിരുന്നു കേട്ടോ. നല്ല ഹെവി എന്ന് പറഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഇത് താങ്ങിക്കൊണ്ട് നിന്നതെന്ന്, അത്രയ്ക്ക് ഹെവി ആയിരുന്നു. പിന്നെ എൻഗേജ്മെൻറ്റ് ഉച്ചയ്ക്കായിരുന്നല്ലോ, അപ്പം എനിക്ക് ഒത്തിരി നേരം അതും വെച്ചുകൊണ്ട് നടക്കേണ്ട വന്നില്ല. ഫങ്ഷൻ പെട്ടെന്ന് തന്നെ തീർന്നു. എൻഗേജ്മെൻറ്റിന് കുർബാനയൊന്നും ഇല്ലല്ലോ, ചെറിയ പ്രാർത്ഥനയല്ലല്ലോ, ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് പള്ളിയിലെ ചടങ്ങെല്ലാം കഴിയും. പിന്നെ നമ്മുടെ റിസപ്ഷന് കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. സോ അതൊക്കെ അങ്ങനെ പോയി. ഇതതിൻ്റെ ഫൈനൽ ലുക്ക്. നെക്ക് പീസസ് വന്നിട്ട് 2 എണ്ണം ഉണ്ട്. ഞാൻ 2 എണ്ണം പെയർ ചെയ്യുമായിരുന്നു. ആ ഗ്രീൻ സ്റ്റോൺ ഉള്ളത് മാത്രമായിരുന്നു ഞാൻ ഓർത്തത്, പക്ഷേ അത് ഭയങ്കര ലൈറ്റായി പോയല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ച് പെയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ലുക്ക്. അപ്പോൾ അവിടെയും അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും കുറച്ച് ഒരു 10-15 മിനിറ്റ് ഫോട്ടോഷൂട്ട് പോലെയൊക്കെ ആയിരുന്നു. അവിടെയും കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കമ്മൽ വന്നിട്ടും എനിക്ക് ഈ ഹാങ്ങിങ്സ് പോലത്തെ അത്ര ഇഷ്ടമല്ല. എനിക്കെന്തോ എൻ്റെ ഫേസിന് ചേരാത്ത പോലെ എനിക്ക് തോന്നും. ഞാൻ സ്റ്റഡ്സാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യാണ്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എല്ലാ ബുദ്ധിമുട്ടുകളും ആ ലെഹങ്ക ഇതിലുണ്ടായിരുന്നു. ആ സ്കേർട്ടിന് അത്രയ്ക്ക് വെയിറ്റ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തു. അപ്പം ഞാൻ ചെയ്ത മേക്കപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ HD മേക്കപ്പ് ആയിരുന്നു. നമ്മുടെ വീഡിയോഗ്രാഫറൊക്കെ ആയിട്ട് സംസാരിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു HD മേക്കപ്പ് ആയിരിക്കും കുറേയും കൂടി ബെറ്റർ, ഫോട്ടോസിലൊക്കെ അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. സോ ഞാൻ HD മേക്കപ്പ് തന്നെ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു, ഇത് അൽഫോൺസ ബ്യൂട്ടി ക്ലിനിക് നമ്മുടെ വലിയകുളം പോകുന്ന വഴിക്ക് അവിടെ പോയി. ഞാൻ 2-3 അടുത്ത് ചോദിച്ചായിരുന്നു, അപ്പം ആ ഡേറ്റിൽ ആരും അവൈലബിൾ അല്ല. പിന്നെ എനിക്ക് ഇവരെ കിട്ടിയത്, എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയൊക്കെ ഇവിടെ തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ HD മേക്കപ്പ് നമ്മുടെ സ്കിൻ ടൈപ്പൊക്കെ നോക്കി വേണം നമ്മൾ ഏത് മേക്കപ്പ് വേണം എന്നൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്.
പിന്നെ അന്ന് അവിടെ അത്ര ബിസി അല്ലായിരുന്നു. സോ സമയമെടുത്ത് തന്നെയാണ് അവർ എന്നെ മേക്കപ്പ് ചെയ്തത്. ഹറിബറി ഒന്നും അല്ലായിരുന്നു. ഇതെല്ലാം അവിടുത്തെ ഫോട്ടോഷൂട്ടാട്ടോ, അവിടുത്തെ സെഷൻസും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞു നമ്മളിതാ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 10 മണി കഴിഞ്ഞു മേക്കപ്പൊക്കെ ചെയ്ത് വരാനായിട്ട്. പോകുന്ന വഴിക്കായിരുന്നു നമ്മുടെ കാർ ഡെക്കോറും കാര്യങ്ങളൊക്കെ. കാർ ഡെക്കറേഷൻ ഞാൻ അവരുടെ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. അല്ലാണ്ട് മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആവുന്നുണ്ട്. സോ ഇങ്ങനെ മേടിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ചീപ്പായിട്ട് നമുക്ക് നല്ല ബൊക്കെ എന്താ ഒരു മണിക്കൂർ 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇതാ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസൊക്കെ. വീഡിയോസ് എനിക്ക് കിട്ടിയില്ല, സോ ഞാൻ ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇതെല്ലാം അഴിച്ചു മാറ്റി. ഇപ്പം എനിക്ക് എന്തൊരു ആശ്വാസമാണെന്നറിയോ. ഇനിയുള്ള പരിപാടിയായിരുന്നു കണ്ണിലെ ലെൻസ് അഴിക്കുക എന്നുള്ളത്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ലെൻസ്, ബ്ലൂ ലെൻസൊക്കെ വെച്ച് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇന്ന് ലെൻസ് എടുക്കാനായിട്ട്. ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തു കേട്ടോ. ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ നഖം വളർത്തിയിട്ടില്ലായിരുന്നു. അത് തന്നെ എനിക്ക് കുറേ കൂടി ഈസി ആയിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര പാടായിരുന്നു ലെൻസ് എടുക്കാൻ. പിന്നെ ഒരു തരത്തിൽ അങ്ങനെ ലെൻസൊക്കെ എടുത്ത് മാറ്റി തലയിലൊക്കെ നിറയെ എണ്ണയൊക്കെ വെച്ചു. ഇന്ന് ഒത്തിരി തലയിൽ കുറേ പരിപാടിയൊക്കെ ചെയ്തല്ലേ, സോ എല്ലാം ഒന്ന് മാറ്റി കുളിച്ച് പഴയ രൂപത്തിലൊക്കെ ആകാം എന്നൊക്കെ ഓർത്തു. അങ്ങനെ ഒരു കണക്കിന് ലെൻസൊക്കെ എടുത്ത് മാറ്റി. എൻഗേജ്മെൻറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ലെൻസൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ഞാൻ വെഡ്ഡിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ.